പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ ചിന്ത, ജീവന്റെ വെളിച്ചം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഏതിരുട്ടിലും പ്രകാശിക്കുന്ന സത്യ വെളിച്ചമായി ശോഭിക്കുവാൻ കർത്താവിന്റെ കൃപ വേണം. ജീവനുള്ളവരിൽ വെളിച്ചം വ്യാപരിക്കും. ഏതു കൂരിരുട്ടിലും ആ വെളിച്ചം പ്രകാശിക്കും. വെളിച്ചം വരുമ്പോൾ ഇരുൾ തനിയെ മാറും. നാം ഇരുട്ടിലാകാതിരിപ്പാൻ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ കൂരിരുട്ടിൽ അഥവാ അന്ധകാരത്തിൽ കിടന്നു. നമുക്ക് മുൻപേ യേശു ക്രിസ്തു അന്ധകാരത്തെ ജയിച്ചു, നമ്മെ ഒരു അന്ധകാരവും ബാധിക്കാതിരിപ്പാൻ. യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് ജീവനും വെളിച്ചവും ഒരുപോലെ നൽകിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർക്ക് അവരുടെ ശവക്കുഴികളിൽ പോലും ആ കൂരിരുട്ടിലും ദൂതന്മാർ കാവൽ നിന്ന് വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: കർത്താവിനെ വെച്ച കല്ലറയ്ക്കുള്ളിൽ കർത്താവിന്റെ ദൂതന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു എന്ന്. ഈ സത്യവചനം നമ്മോട് പറയുന്നു, നസ്രയനായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുകയും നിന്റെ വായ് കൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് നസ്രയനായ യേശു ക്രിസ്തുവിനെ മാത്രം രക്ഷകൻ, യേശു ക്രിസ്തു മാത്രം എൻ്റെ വീണ്ടെടുപ്പുകാരൻ, യേശു ക്രിസ്തു മാത്രം എൻ്റെ ദൈവം, എൻ്റെ മുഴു പാപങ്ങൾക്കും വേണ്ടി പാപപരിഹാരയാഗമായി തീർന്ന എൻ്റെ വീണ്ടെടുപ്പുകാരനെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റു കർത്താവിനോട് കൂടി ചേരുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് ഈ വെളിച്ചത്തെ അനുഭവിക്കുവാൻ കഴിയും. യേശു ക്രിസ്തുവിൽ കൂടി തൻ്റെ മക്കൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന ജീവനും വെളിച്ചവും നിന്നിലും പ്രകാശിക്കുവാൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ ഈ വചനം പാതയ്ക്ക് പ്രകാശമായും കാലിന് ദീപമായും മരണത്തിലും ആ അന്ധകാരത്തിന്റെ അഗാധതയിലും വെളിച്ചമായി ദൂതസഞ്ചയം കാവൽ നിന്ന് സംരക്ഷിക്കും. യേശുക്രിസ്തുവിന്റെ 2-ാം വരവിൽ തൻ്റെ മൺമറഞ്ഞ സകല വിശുദ്ധരും യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശികളായ ദൈവമക്കളും ക്രിസ്തുവിന്റെ തേജസ്സോടെ ഉയർത്തെഴുന്നേൽക്കുകയും കർത്താവിനോടുകൂടെ വാഴുവാൻ സകലത്തിന്റെ അധിപതിയായവൻ, സകലത്തിന്റെയും ഉടയവൻ, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടിതാവാം ദൈവം നമ്മെ സഹായിക്കും. ഏത് കൂരിരുട്ടിലും പ്രകാശിക്കുന്ന സത്യ വെളിച്ചം ഇന്നും സ്വർഗത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. അന്ധകാരത്തെ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവനിൽ ജീവനുണ്ട്. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ഇരുളോ അതിനെ പിടിച്ചടക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇരുൾ വെളിച്ചത്തെ പിടിച്ചടക്കുന്ന ഒരു സമയം വരുന്നു, യേശു ക്രിസ്തുവിന്റെ 2-ാം വരവിൽ. വിശുദ്ധന്മാരെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ രക്ഷിക്കപ്പെടുവാൻ, കർത്താവിൽ ആശ്രയിപ്പാൻ ആഗ്രഹിച്ചാലും കഴിയുകയില്ല. അതിനവസരവും ഇനിയില്ല. ഈ അന്ധതയിൽ നരകയാതനയെങ്കിൽ വീണു പോകാതിരിപ്പാൻ വചനം നമ്മോട് വിളിച്ചു പറയുന്നു. ഇന്നുവരെയും യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത, അവന്റെ നാമത്തിൽ ജീവിക്കാത്ത, ആ വെളിച്ചത്തെ അനുഭവിക്കാത്ത, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽക്കാത്ത ഒരു ദൈവ പൈതലാകുന്നു എന്നെ കേൾക്കുന്നതെങ്കിൽ കർത്താവിന്റെ വചനം നമ്മോട് പറയുന്നു, ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. ഒരുങ്ങിക്കൊള്ളുക മകനെ, നിന്നെ യേശു ക്രിസ്തു സ്നേഹിക്കുന്നു, വീണ്ടെടുപ്പാൻ ആഗ്രഹിക്കുന്നു. വെളിച്ചമുള്ളവനായി സത്യത്തിന്റെ പാതയിൽ നടക്കുവാൻ സർവശക്തനായ യേശു ക്രിസ്തു നിന്നെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു.